ഈസാ നബി മരിച്ചിട്ട് പോലുമില്ലല്ലോ. വിളിക്കാമോ? ഈസാ നബി കേൾവിയുടെ പരിധിയില, കാഴ്ചയുടെ പരിധിയില ആണോ? നമുക്കറിയില്ല. ഈസാ നബി എവിടെ? അത് മാത്രമേ നമുക്കറിയൂ. അതിനപ്പുറം അറിയോ? നമുക്കറിയില്ല. വളരെ ചിന്തിക്കേണ്ട പോയിന്റ്. ലോകത്ത് മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ച കാലത്ത് മൂസാ നബിയോട് പ്രയാസങ്ങൾ ഒരു നേതാവ് എന്ന നിലയിൽ പറഞ്ഞ ആ മൂസാ നബിയുടെ സ്വഹാബികൾ മൂസാ നബിയുടെ വഫാത്തിന് ശേഷം മൂസാ നബിയുടെ കബറിടത്തിൽ ചെന്ന് മൂസാ നബിയോട് തേടിയോ? ഉദ്ധരിക്ക്, തെളിവുദ്ധരിക്ക്. ഇല്ല, എവിടെയും കാണാൻ കഴിയില്ല. ഇനിയോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണ് പോയിന്റ്. 86 വയസ്സുണ്ടായിട്ട് കുട്ടികളുണ്ടായോ ഖലീലുള്ളാഹ്ക്ക്? ഇല്ല. എന്നിട്ടോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ 37 അധ്യായം 100-ാമത്തെ വചനം. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചോനെ സാലിഹായ കുട്ടിനെ തരണേ. നമ്മളോ വടക്കാഞ്ചേരിയിലെ അഹമ്മദ് ഹാജി, ഗുരുവായൂർ തുലാഭാരം, അയാള് പള്ളി പ്രസിഡന്റാ. മുസ്ലിം ഉമ്മത്തെ ഈ ഇബ്രാഹിം നബിയുടെ പ്രതിമ കഅബത്തിൽ. നിങ്ങൾ ചിന്തിച്ചോ, പരിശുദ്ധ കഅബ ശുദ്ധീകരിക്കാൻ വേണ്ടി നബി വരുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാൻ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ബിംബം എടുത്ത് പുറത്തിട്ടു, ഇസ്മായിൽ നബിയുടെ ബിംബം എടുത്ത് പുറത്തിട്ടു. അടിച്ചു തകർക്കാൻ റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു. അടിച്ചു തകർത്തു. അത് നോക്ക്, അപമാനിക്കലാണോ? അനാദരിക്കലാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം 14-ാം അധ്യായം 35 പടച്ചോനെ ഞങ്ങളെ വിഗ്രഹാരാധകരുടെ കൂട്ടത്തിൽ പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച് ബാപ്പയിൽ നിന്ന് സലാം പറഞ്ഞ് നാട് വിട്ട് 25,000 കിലോമീറ്റർ വാഹനങ്ങളില്ലാതെ നടന്ന തൗഹീദിന്റെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രതിമ വെച്ച് കൂട്ടരെ മക്കാ മുശ്രിക്കുകൾ. നബി ചോദിച്ചോ, ഇബ്രാഹിം നബീനെ ആണോ നിങ്ങൾ വിളിക്കണേ? ഇബ്രാഹിം നബി അള്ളാനെ പോലോ തള്ളയാ നിങ്ങൾ വിശ്വസിക്കുന്നു? അബൂജഹലേ, ഇല്ല. ഇബ്രാഹിം നബിക്ക് അള്ളാഹ് കൊടുത്ത കഴിവ്, എന്നാ ഇസ്ലാം പ്രശ്നമല്ല, ഓക്കെ നിന്നോട്ടെ എന്ന് പറഞ്ഞോ? ഇല്ല. എന്തേ പറയാതിരുന്നത്? മുഹമ്മദ് നബിയെ കാന്തപുരത്തിന്റെ ശിഷ്യനായിട്ടല്ല അള്ളാഹു അയച്ചത്. മുഹമ്മദ് നബിയെ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന അന്തിമ പ്രവാചകനായിട്ട് അയച്ചത്. അതാണ് വ്യത്യാസം. മനസ്സിലാക്കണം, ഗൗരവമായി മനസ്സിലാക്കണം. അവിടെയാണ് നാം ഒരു കാര്യം കൂടി ഗൗരവമായി ചിന്തിക്കേണ്ടത്. അതെന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമിന്റെ ഞാൻ പറയുന്ന പോയിന്റ് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ ഹൈന്ദവ സമൂഹങ്ങൾ ജീവിക്കുന്നുണ്ട്. എന്താ അവരുടെ വിശ്വാസം? ഗുരുവായൂരപ്പൻ സ്വയം പര്യാപ്തതയുള്ള പടച്ചോനാണെന്നാ? അല്ല. വേളാങ്കണ്ണി മാതാവ് സ്വയം പര്യാപ്തതയുള്ള ദൈവമാണെന്നാ ക്രിസ്ത്യാനികൾ? പിശാരിക്കാവിലെ അമ്മ സ്വയം പര്യാപ്തതയുള്ളതാണെന്ന വിചാരം? ഒരിക്കലുമല്ല. ചോദിച്ചു നോക്കെ, ഹൈന്ദവരെ വിളിച്ച് ചോദിച്ചു നോക്കെ, ചോദിക്കേ. ശ്രീരാമൻ ലോകത്തിന്റെ സിട്ടാവാണോ? ആണോ? ശ്രീകൃഷ്ണൻ ലോകത്തിന്റെ സിട്ടാവാണോ? അല്ല. അങ്ങനെ അവര് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. സായിബാബയെ വിളിക്കുന്ന ഒരു സായി ഭക്തൻ സായിബാബയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, വെള്ളം ചുരിയുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതാണ് വരുണൻ, മഴയുടെ ആളായ വരുണൻ. ആ വരുണനെ മലക്കുമായി ബന്ധപ്പെടുത്തിയാണോ അവരുടെ വിശ്വാസം? ആ വരുണനോട് മഴ ചോദിക്കുന്നു. അള്ളാഹുവിലേക്ക് തന്റെ ചോദ്യം വരുണനിൽ അവസാനിക്കുകയാണ്. നേരത്തെ സദഖത്തുല്ലാഹിൽ കാഹിരി മീകായിലിനോട് ചോദിച്ച പോലെ സമാനതയുണ്ട്, ഐക്യമുണ്ട് ശിർക്കിന്റെ കാര്യത്തിൽ. ആലോചിക്കണം, ചിന്തിക്കണം. തീർന്നില്ല. നോക്കൂ, അവരുടെ വിശ്വാസം ഞാനാ പറയേണ്ടത്? അല്ല, അവരാ പറയേണ്ടത്. ഹൈന്ദവരാ പറയേണ്ടത്. ഹൈന്ദവരിൽ സാധാരണക്കാരനാ പറയേണ്ടത്? അല്ല, അവരിലെ ആലിമുകളാണ് പറയേണ്ടത്. അവരിലെ പണ്ഡിതന്മാരാണ് പറയേണ്ടത്. വേദഗ്രന്ഥങ്ങൾ അറിയുന്നവരാണ് പറയേണ്ടത്. ചതുർവേദങ്ങൾ അറിയുന്നവരാണ് പറയേണ്ടത്. ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദാദികളെ കുറിച്ച് അറിയുന്നവരാണ് പറയേണ്ടത്. ആരണ്യകങ്ങളെ കുറിച്ചും ശ്രുതികളെ കുറിച്ചും സ്മൃതികളെ കുറിച്ചും അറിയുന്നവരാണ് പറയേണ്ടത്. അവരെന്തു പറഞ്ഞു?
കേട്ടോളൂ. ഹിന്ദുധർമ്മ പരിചയം. കെ പരമേശ്വരൻ പിള്ള അറിയപ്പെട്ട പണ്ഡിതനാണ്. കെ പരമേശ്വരൻ പിള്ള പറയുന്നത് 21-ാമത്തെ അധ്യായം, ഒന്നോ പലതോ, അധ്യായത്തിന്റെ പേര് ഒന്നോ പലതോ, 148-ാമത്തെ പേജ്. എത്ര? 148-ാമത്തെ പേജ്, 3-ാമത്തെ പാരഗ്രാഫ്, 1-2 വരി. അതിലെന്താ പറയണേ? അതിലെന്താ പറയണത്? ആലോചിച്ചു നോക്ക്. എന്താ പറയണത്? ഒരു ദേവിക്കോ ഒരു ദേവനോ സ്വന്തമായി കഴിവില്ല. അടിവരട്ടോളൂ, അടിവരയിട്ടോളൂ. ഒരു ദേവിക്ക് സ്വയം പര്യാപ്തതയില്ല, സ്വന്തമായ കഴിവില്ല. ഒരു ദേവന് സ്വന്തമായ കഴിവില്ല. അടുത്ത വാചകം സമസ്തക്കാര് പോലും ഞെട്ടിപ്പോവും. അടുത്ത വാചകം എന്താ? ഒരു പുൽക്കൊടി നീക്കാൻ. എത്ര നിസാരമാണ് ഒരു പുല്ല്. ആ പുല്ല് നീക്കാൻ ഒരു ദേവിക്ക് കഴിയില്ല, ഒരു ദേവന് കഴിയില്ല, സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ. എങ്ങനെ? സാക്ഷാൽ പ്രപഞ്ചത്തിന്റെ നാഥൻ കഴിവ് കൊടുത്തിട്ടല്ലാതെ ഒരു പുൽക്കൊടി നീക്കാൻ ഒരൊറ്റ ദേവിക്കും ഒരൊറ്റ ദേവനും കഴിയില്ല. ഇനി പറ, ഈ വിശ്വാസമല്ലേ കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഒരു വിഭാഗത്തിന്റെ വിശ്വാസം? ആണോ? അല്ലേ? ആണ് എന്ന് ഞാൻ തെളിയിച്ചു തരാം. ഖുതുബിയത്ത് പരിഭാഷ നടത്തിയാരാ? പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ മരിച്ചു. ശിർക്കിലായി കൊണ്ട് മരിച്ചു. അതുകൊണ്ട് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാൻ പോലും എനിക്ക് വകുപ്പില്ല. ശിർക്കിലായി കൊണ്ട് മരിച്ചുപോയി. സഹോദരാ, എന്താ ഉണ്ടായത് അവിടെ? എന്തുണ്ടായത്? അദ്ദേഹം പറഞ്ഞു എന്താ? ഖുതുബിയത്തിന്റെ 24-25 മൊയ്തീൻ ശൈഖ് റബ്ബാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പിന്നെയോ മൊയ്തീൻ ശൈഖിന് സ്വയം പര്യാപ്തതയുണ്ട് എന്നും ഞങ്ങൾ പറയുന്നില്ല. മൊയ്തീൻ ശൈഖിന് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന്, അദ്ദേഹത്തിന് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്നാണ്. അല്ലേ? അങ്ങനെയാ പറയുന്നത്, അങ്ങനെയാ പ്രചരിപ്പിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, എല്ലാവർക്കും അറിയാം. അവിടെയാണ് മൊയ്തീൻ ശൈഖിന്റെ ചെറുവിരൽ പോലും അനങ്ങുന്നില്ല, അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്നല്ലാതെ. ഇതാണ് മനസ്സിലാക്കുക. ഇതാ പോയിന്റ്, ഇതാ പോയിന്റ്. ഈ പോയിന്റിൽ നിന്നുകൊണ്ട് നേരത്തെ കെ പരമേശ്വരൻ പിള്ള പറഞ്ഞതോ, ദേവിക്ക് സ്വന്തമായി കഴിവില്ല, ദേവന് സ്വന്തമായി കഴിവില്ല. ഞങ്ങൾ ഹൈന്ദവർ ആരാധിക്കുന്ന ഒരു ദേവനും ഒരു ദേവിക്കും സ്വയം പര്യാപ്തതയില്ല, അല്ലാഹ് കഴിവ് കൊടുത്തവരാണവർ. ഇതാണ് വിശ്വാസം. ഇതാണ് സമസ്ത വിശ്വസിക്കുന്നത്. ഇനിയോ, ഇനിയൊരു പ്രബല തെളിവും കൂടി നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. ഇതായിരുന്നുവോ അബൂജഹലിന്റെ വിശ്വാസം? അതെ, ഇത് തന്നെയായിരുന്നു അബൂജഹലിന്റെ വിശ്വാസം. അതിനെന്താ തെളിവ്? അതിനെന്താ തെളിവ്? എന്റെ വാചാലതയാ? അല്ല, അല്ല. അതിന് തെളിവ് സഹീഹ് മുസ്ലിമാണ്. സഹീഹ് മുസ്ലിം മുസ്ലിമീങ്ങളെ നാം അംഗീകരിക്കുന്നു. ഇമാം ബുഖാരി കഴിഞ്ഞാൽ സഹീഹ് മുസ്ലിം ലോകത്തെ ഏറ്റവും ആധികാരികമായ പ്രമാണങ്ങളിലൊന്നാണ്. അല്ലേ? ആ സഹീഹ് മുസ്ലിം നിങ്ങൾ എടുക്ക്. ഇന്ന് തന്നെ ഉസ്താദുമാരെ ചെന്ന് കാണ്. അതിലെ കിതാബുൽ ഹജ്ജ് തെരഞ്ഞു ബുദ്ധിമുട്ടണ്ട. കിതാബുൽ ഹജ്ജ് എടുക്കുക. എന്നിട്ട് മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് എടുക്കുക. മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത്, മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്തോ? അതെ, അബൂജഹലിന്റെ തൽബിയത്ത്. ഇന്ന് നമ്മള് മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു പോക്കറ്റ് ചെന്നേ നമ്മള്, അതാരുതാ വീട്? അത് ഖാദർ ഹാജിന്റെ. അതാരുതാ? അത് അഷ്റഫ് ഹാജിന്റെ. അതുപോലെയായിരുന്നു. അതാരുതാ? അൽ ഹാജി അബൂജഹലിന്റെ. അതോ അത് നമ്മളാ ഹാജിയാര്, അബൂലഹബ് ഹാജിയാര്. അതേതാടാ വീട്? അത് വലീദ് മുഗീറ ഹാജിയാര്. മൂപ്പര് വലിയ ഹാജിയാരാണ്. അവരൊക്കെ വലിയ ഹാജിയാരന്മാര്. ഒരുപാട് ഹജ്ജ് ചെയ്ത്, ഒരുപാട് ഹജ്ജ് ചെയ്ത ഹാജിയന്മാര്. ഓലാടെ ഹജ്ജും നിയന്ത്രിച്ചതും കാബ സംരക്ഷിച്ചതും അവിടെ ഹാജിമാർക്ക് വെള്ളം വിളമ്പിയതും ഭക്ഷണം കൊടുത്തതും ഒക്കെ അല്ലേ? അല്ലേ? ഖുറൈശികളല്ലേ? അതെ. ഇനി കേട്ടോ, എന്താ അവരെ തൽബിയത്ത്? ആരാത് പറയണേ? ആരാത് പറയുന്നത്? കെ മൗലവിയ, വക്കം മൗലവിയ, സക്കറിയ സുലൈയ? അല്ല. ഹുസൈൻ സൽഫിയ? അല്ല. പിന്നെ ആരാ പറയണേ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത്? സഹീഹ് മുസ്ലിം എന്ന് ഉദ്ധരിക്കണേ. നിഷേധിക്കാൻ കഴിയില്ല. ഏറ്റവും വലിയൊരു അത്ഭുതം എന്നറിയും, എന്റെ പ്രസംഗ ജീവിതത്തിൽ ഇന്ന് വരെ ഈ ചോദ്യത്തെ ഒരു മുസ്ലിയാരും തൊട്ടിട്ടില്ല. എന്താന്നറിയില്ല, പൊള്ളിപ്പോവും, തൊട്ടാ പൊള്ളും. അതാ സഹീഹ് മുസ്ലിമിൽ ഇല്ല അറിഞ്ഞാ കുടുങ്ങി.
ഉണ്ട് പറഞ്ഞാലും കുടുങ്ങി, ഇല്ല എന്ന് പറഞ്ഞാലും കുടുങ്ങി, ഉണ്ട് എന്ന് പറഞ്ഞാലും കുടുങ്ങി. വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ? അത് ആ ഹദീസിന്റെ പ്രത്യേകത. അതെന്താ? അബൂജഹലും കൂട്ടരും കഅബത്തിൽ വരികയാണ്. അവര് തൽബിയത്ത് ചൊല്ലുകയാണ്. എന്താ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അങ്ങനെ ചൊല്ലും. അപ്പൊ റസൂലുള്ളാഹി അവിടെ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്നു അബ്ബാസും അവിടെ ഉണ്ട്. ഈ വാചകം അവര് ചെല്ലുമ്പോ ഇനി ഞാൻ പറയുന്ന പദങ്ങൾ ശ്രദ്ധിക്കണം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹ് നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് കേരളത്തിൽ നിന്ന് ഏതോ ഒരു സക്കാഫി കൂട്ടാ, നല്ല കൂട്ടരെ അബൂജഹലും കൂട്ടരെയാണ്, അബൂജഹലും കൂട്ടരെയാണ്. നമ്മളെന്താ വിലക്ക് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് കേട്ടാൽ കേരളത്തിൽ നിന്ന് ഒരു മുസ്ലിം ടീം അല്ലേ, ലോകത്ത് നിന്ന് ഇവിടുന്ന് ഒരു മുസ്ലിം ടീം അല്ലേ, ഒന്ന് അബൂജഹലും ടീമാ വരുന്നേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നോക്കി, അവരെന്താ പറയണേ? അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു അല്ലാഹ്. എന്നിട്ട് ഒറ്റ പൊട്ടിക്കല, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല. അത്രയും എത്തുമ്പോ ഒരു വാൽ കഷ്ണവും കൂടി അവർ പറയാറുണ്ട്. കുറച്ചുകൂടി പറയും, കുറച്ച് കാര്യങ്ങളോട് പറയും. ഇത്രയും എത്തുമ്പോ റസൂലുള്ളാഹി ചാടി ഇടപെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ച് അബൂജഹലും കൂട്ടരും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ചെല്ലുമ്പോ ഒരു നിശ്ചിത സ്ഥലത്തെത്തുമ്പോൾ റസൂലുള്ളാഹി ഇടപെടുകയാണ്. റസൂൽ പറയാണെന്ത്? ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈലക്കും കദിം കദിം, മതി 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 മതി, നിനക്ക് നാശം, അടുത്ത് പറയല്ലേ, മതി മതി, അത് അങ്ങോട്ട് പറയല്ലേ. ഇവിടെയാണ് ഒന്ന് ലളിതമായി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ? അബൂജഹലിനോട് എന്ത് പറയരുത് എന്നാ റസൂലുള്ളാഹി പറഞ്ഞത്? അബൂജഹലിനോട് പറയല്ലേ, പറഞ്ഞാൽ നാശമാണ്, തകരാറാണ്, കുഴപ്പാണ്, അഖീദ പൊളിയും, നരകത്തിലെത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം എന്താ? അബൂജഹൽ പറയാൻ ശ്രമിച്ചതും നബി പറയരുതെന്ന് പറഞ്ഞതും ഏതാണ്? നബി പറയരുത് എന്ന് പറഞ്ഞതും അബൂജഹൽ പറയുമെന്ന് നിർബന്ധം പിടിച്ചതും ഏതാ? അതേതാ വാചകം? വൈലക്കും കദിം കദിം എന്ന് നബി പറഞ്ഞല്ലോ. അത് നബീന്റെ നാവ് കൊണ്ട് പറഞ്ഞാണല്ലോ, ഉറപ്പാണല്ലോ. അത് ഇബ്നു അബ്ബാസ് പറഞ്ഞാണല്ലോ, അത് സഹീഹ് മുസ്ലിമിൽ ഉണ്ടല്ലോ, അത് കിതാബുൽ ഹജ്ജിൽ ഉണ്ടല്ലോ, അത് തൽബിയത്തായി ഉണ്ടല്ലോ. ശരി, ഇനി എന്താ നബി പറയരുത് എന്ന് പറഞ്ഞു? നബി പറയരുത് എന്ന് പറഞ്ഞത് പറയാതിരിക്കുകയും നബി പറഞ്ഞത് പറയുകയും ചെയ്ത മുജാഹിദുകളാണോ പിഴച്ചത്? പറയരുത് എന്ന് പറഞ്ഞിട്ട് പറയും എന്ന് ധിക്കരിച്ച് അബൂജഹൽ ചെല്ലിയ സമസ്തയാണോ ദീനിൽ? ആണോ? ഇനി എന്താ പറയരുത് എന്ന് പറഞ്ഞ് അത് പരിശോധിക്കുക. എന്താ പറയരുത് എന്ന് പറഞ്ഞത്? ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. സഹീഹ് മുസ്ലിം ചുട്ടുകരിക്കാൻ പറ്റൂല, കാരണം നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല അതുള്ളത്. ഈ സഹീഹ് മുസ്ലിം വല്ലാണ്ട് ഇടങ്ങേറ് പണ്ടാറടങ്ങായി എന്ന് വിചാരിച്ചാലും നിങ്ങളുടെ കയ്യിൽ പിന്നെ അത് കുറവായിരിക്കും. നേരത്തെ പാളക്കിതാബുകൾ കുറെ ഉണ്ടാവും. മഞ്ഞക്കുളം മാല, മൊയ്തീൻ മാല, അങ്ങനെ അണ്ടന്റെ മാല, അടകോടന്റെ മാല, അങ്ങനെ കുറെ എണ്ണം. അല്ലാന്റെ ഖുർആനും സുന്നത്തും ഒക്കെ കുറവായിരിക്കും. എന്നാലും എവിടുന്നെങ്കിലും കിട്ടിയാലേ അത് ചൂടാൻ പറ്റൂല, കാരണം ലോകത്ത് അതിന്റെ അസിലുണ്ട്. സഹീഹ് മുസ്ലിമിന്റെ കൈപ്പട ലോക മ്യൂസിയങ്ങളിലുണ്ട്. ശരിക്കും കഴിയില്ല, എന്റെ പ്രിന്റിംഗ് അല്ല, കൈപ്പട വീടിൽ ഞങ്ങളെ മനസ്സിലായോ? അപ്പൊ നബി എന്ത് പറയരുത് എന്നാ പറഞ്ഞേ? എന്തേ അബൂജഹൽ പറഞ്ഞു? വല്ല മോശത്തരവും പറഞ്ഞോ? സുലൈമാൻ സക്കാഫി മാടിയക്കലും കാന്തപുരവും പേരോടും ഇപ്പൊ പറഞ്ഞതെന്തോ അതേ അബൂജഹൽ പറഞ്ഞുള്ളൂ. അത് മാത്രമേ അബൂജഹൽ പറഞ്ഞുള്ളൂ. അത് പറയരുത് എന്നാണ് ആര് പറഞ്ഞു? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതെന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക. അല്ലാഹുവേ നിനക്കൊരു തരത്തിലുള്ള കൂറുകാരുണ്ട്, നിനക്ക് പങ്കുകാരില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതിന് ചെറിയ ക്രോസ്, എന്നാലും നിനക്കൊരു തരത്തിലുള്ള ഒരു കൂറുകാരുണ്ട്. പക്ഷേ റബ്ബേ അത് നിന്റെ തന്നെയാണ്. അല്ലാഹ് അത് നിന്റെ തന്നെയാണ്. മാത്രമല്ല അവർക്ക് എന്തൊക്കെ കഴിവ് അവർ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അത് അവരുടേതല്ല. അല്ലാഹ് കേൾക്കി ചെങ്ങൈമാരെ, ഇന്ന് മുസ്ലിം ആയിക്കോളി, മുസ്ലിമായി ജീവിക്കുന്നവരും ഒന്നുകൂടി പുതുക്കിക്കളി. എന്താ ഇപ്പൊ പറഞ്ഞത്?
അല്ലാഹ് ഞങ്ങൾ വിളിക്കുന്ന ലാത്ത, ഞങ്ങൾ വിളിക്കുന്ന മനാത്ത, ഞങ്ങൾ വിളിക്കുന്ന വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, അവർക്കൊക്കെ എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നീ കൊടുത്തതാ അല്ലാഹ്. അവരുടെ ഒരു ചെറുവിരൽ പോലും അനങ്ങുന്നില്ലല്ല നീ കഴിവ് കൊടുക്കാതെ. എന്തൊക്കെ കഴിവ് അവർക്കുണ്ടോ അതൊക്കെ നീ കൊടുത്തതാ. ഇനി പറയൂ മുസൽമാനെ, പറയൂ, നിങ്ങളുടെ എഴുത്തിക്കാത്, നിങ്ങളുടെ അഖീദ എന്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്? അബൂജഹലിന്റെ മില്ലത്തിൽ നിന്നാണ് നിങ്ങളുടെ അഖീദ. ഞങ്ങളുടേത് മില്ലത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം ഏതസ്മിന്നംദരേ മ്ലേച്ഛാചാരേണ സമന്വിത മഹമദിദിക്യാദ ശിഷ്യശാഖാ സമന്വിതം. നോക്കേ എത്ര പ്രകടമാണ്. ഒന്നുകൂടെ ഞാനത് ക്ലിയർ ആക്കാം, കേട്ടോളൂ. അത് ക്ലിയർ ആവണം. അത് ക്ലിയർ ആയാൽ ഇനി ഒരായത്തും ഹദീസും ഉദ്ധരിക്കണ്ട, ആളുകൾക്ക് അത് ക്ലിയർ ആവും. എന്താ അത്? കേട്ടോ, എന്താ അബൂജഹൽ പറഞ്ഞു? അള്ളാനെ പോലെ സ്വയം പര്യാപ്തതയുള്ള ആളാണ് ഇബ്രാഹിം നബി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അബൂജഹൽ മുശ്രിക്കായത് ആണോ? ലാത്തക്കും മുസ്സക്കും മനാത്തക്കും വദ്ദിനും സുവാഇനും യഹൂസിനും യഹൂക്കിനും നസ്റിനും അള്ളാനെ പോലെ സ്വയം കഴിവുള്ള പടച്ചോന്മാരാണ് ഇവർ എന്ന അബൂജഹൽ വിശ്വസിച്ചതിന്റെ പേരിലാ മുശ്രിക്കായത് അല്ല. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ഒന്നുകൂടെ മുന്നോട്ട് നീങ്ങിക്കോ. ഇച്ചിരി കടുപ്പം കൂടിയതുപോലെ, ഇച്ചിരി കടുപ്പം കൂടിയതുപോലെ. അതെന്താ? അല്ലാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന് വാദിച്ചിട്ടും അബൂജഹലിന്റെ കഴുത്ത് മുസ്ലിങ്ങളാൽ അരിയപ്പെട്ടെങ്കിൽ ഇന്ന് മുഹമ്മദ് നബി വന്നാൽ മുസ്ലിങ്ങളിൽ എത്ര തലപ്പാവുകാരെ തല അരിഞ്ഞെടുക്കും? ബദറുണ്ടെങ്കിൽ ഏത് ഏത് അബൂജഹൽ പടച്ചോൻ കൊടുത്ത കഴിവെന്നാണ് ഇബ്രാഹിം നബിയോട് ഞാൻ തേടുന്നത്, ഇസ്മായിൽ നബിയോട് ഞാൻ തേടുന്നത്. ലാത്തക്കും മുസ്സക്കും മനാത്തക്കും നബിയേ, സ്വന്തമായി കഴിവില്ല നബിയേ, അല്ലാഹ് കൊടുത്ത കഴിവാ, ആ കഴിവെന്നാണ് ഞങ്ങൾ തേടി എന്ന് പറഞ്ഞിട്ടും അബൂജഹലിനെ നബി വിട്ടിട്ടില്ലെങ്കിൽ നബി സമസ്തക്കാരനാണോ വഹാബിയാണോ? ഇനി നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഒന്ന് മനസ്സിലായിക്കോളി, ഇന്ന അല്ലാഹ് മലക്കായിട്ടല്ല പടച്ചത്. ഒരു മനുഷ്യന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എന്നിട്ടും തിരിഞ്ഞില്ലേ? അല്ലാഹ് നിങ്ങൾക്ക് ഹിദായത്ത് തരാൻ തൽക്കാലം ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. ഇനി കേട്ടോ, ഇനി കേട്ടോ, പറയരുതേ എന്ന് അബൂജഹലിനോട് പറഞ്ഞ വാക്കല്ലേ ഇത്? ഇതല്ലേ പാറന്നൂർ പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറഞ്ഞു? മൊയ്തീൻ ശൈഖിന് സ്വന്തമായി കഴിവില്ല, അല്ലാഹ് കൊടുത്ത കഴിവ്. എനിക്ക് 3 ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത്. ഒന്ന്, അല്ലാഹ്വർക്കൊക്കെ കഴിവ് കൊടുത്തിട്ടുണ്ട് നിങ്ങളോട് ആരെയും പറഞ്ഞു? ആരാ പറഞ്ഞു? ഇനി ചോദ്യത്തിന്റെ രൂപവും ഭാവവും വേർതിരിച്ച് മനസ്സിലാക്കി സഹായിക്കണല്ലോ, വേണ്ടേ? വേണ്ടേ? അതായത് മൊയ്തീൻ ശൈഖിന് അപ്പപ്പ അല്ലാഹ് കഴിവ് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കോ കൊടുക്കൂല എന്ന് ചോദിക്കുന്നവൻ എങ്ങനെ അറിയും? മനസ്സിലായില്ല? സുലൈമാൻ സഖാഫി മാളികക്കലിന്റെ കിതാബിലുള്ള ബഡായിയ പറയുന്നത് ഏത്? നമ്മൾ സാധാരണ പറയലുണ്ടെന്ന്, ഒരു പ്രാസംഗികന് അപ്പപ്പ അല്ലാഹ് കഴിവ് കൊടുക്കുകയാണെന്നാണ് സുലൈമാൻ സഖാഫി പറയുന്നത്. അങ്ങനെയാണ് മൂപ്പരെന്നെ കുടുങ്ങും. കാരണം മൂപ്പരെ ഡ്രൈവർക്ക് അപ്പപ്പ ഡ്രൈവ് ചെയ്യാനുള്ള കഴിവാ കൊടുക്കണമെങ്കിൽ മൂപ്പർക്ക് എനിക്ക് തരുവോ അല്ലാഹ്, ഇന്ന് ഡ്രൈവ് ചെയ്യാനുള്ള കഴിവ് തരുവോ? എന്താപ്പ എന്റെ അവസ്ഥ? അങ്ങനെ ഒരു വിഡിയല്ലാതെ പടുജായിലല്ലാതെ പറയൂ. അല്ലാഹ് ഒരാൾക്കൊരു പാനക്ക് മരം വലിക്കാൻ അല്ലാഹ് കഴിവ് കൊടുത്തിട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. ആന വലിക്കുവോ? ഇനി അല്ലാഹ് വിചാരിച്ചാൽ കഴിവ് ആർക്കും കിട്ടിക്കൂടെ? എന്നാ പിന്നെ ഉറുമ്പിനെ കൊണ്ടുപോവാ കൂപ്പിൽ മരം വലിക്കാൻ. ആനെന്താ ഒരുത്തപ്പ ചോദിക്കാൻ, ഒരു ഉറുമ്പിന് അല്ലാഹ് ആനനെ പോലെ കഴിവ് കൊടുക്കൂല, നിനക്കെന്താ ഉറപ്പ്? പെട്ടില്ലേ? പെട്ടില്ലേ? സാധാരണ ഐസ് ബ്ലോക്ക് അടിച്ചു പൊട്ടിക്കലുണ്ടല്ലോ. ആരെ പൊട്ടിക്കല്? ഒന്ന് മുട്ടിയോണ്ട് പൊട്ടിക്കാം. അതുകൊണ്ട് കരാട്ടയിൽ ഐസ് ബ്ലോക്ക് പൊട്ടിക്കുന്ന ഒരു പരിപാടിയും. അതിങ്ങനെ മാർക്കറ്റിൽ മത്സ്യം വെക്കുന്ന മെലിഞ്ഞുണങ്ങി ഒരുത്തനോട് ഐസ് പൊട്ടിക്കാൻ പറയുമല്ലോ. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ എടുത്ത് അതിൽ പ്രാക്ടീസ് ആയ ഒരുത്തനെ കൊണ്ട് ഓൻ പൊട്ടിക്കൂ. എന്നാ ആരെങ്കിലും വിചാരിക്കോ സ്ഥിരമായിട്ട് പൊട്ടിച്ചൊരുത്തൻ ഇത് പൊട്ടിക്കാൻ കഴിയോന്നില്ല? കാരണം ഓനെ പൊട്ടിച്ച് ശീലിച്ചോനാണ്, ഓനെ കഴിയും. ഓനെ പേടിക്കണ്ട, ഓനെ തന്നെ കൊണ്ടുപോവാ. തീറ്ററപ്പായി 300 ഇഡ്ഡലി ഒറ്റയിരുത്തത്തിന് തിന്നുന്നവനാണെങ്കിൽ പിന്നെ 250 ഇഡ്ഡലി ഓന്റെ മുമ്പിൽ വെച്ച് കൊടുത്തോ തിന്നോ തിന്നൂല എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ? 150 തിന്നോനാ. മനസ്സിലായില്ലേ? ഇവിടെ അപ്പപ്പ പടച്ചോൻ കഴിവ് കൊടുക്കുകയാണെങ്കിൽ മൊയ്തീൻ ശൈഖിന് ഇപ്പം ബൻ ചോദിച്ച അല്ലാഹ് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്ന് നിനക്കറിയണമെങ്കിൽ ഒന്നെങ്കിലും വഹീ വേണം. അല്ലാഹ് നിന്നോട് സംസാരിക്കണം, വേണ്ടേ? മൊയ്തീൻ ശൈഖിന് ഈ ചോദിച്ച കാര്യം ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് എന്നോടാരേ പറഞ്ഞു? എന്നോടാരോ പറഞ്ഞു? ഇപ്പൊ സമസ്തന്റെ കട്ടയും പടവും മടങ്ങിയോ?
ആ 3 നില കെട്ടിടം വീണായിരി വീണോ? അതാ പ്രമാണത്തിന്റെ ഒരു പ്രത്യേകത. പ്രമാണം ഉൾക്കൊണ്ടാലുള്ള ഒരു പ്രത്യേകത എന്താ അറിയോ? പ്രമാണം ഉൾക്കൊണ്ടാലുള്ള ഒരു പ്രത്യേകത, ഒരു കാലഘട്ടത്തിലും ഒരുത്തന്റെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല. ഒരു ശക്തിയുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല, റബ്ബിന്റെ മുമ്പിലല്ല. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടെല്ലാം എനിക്ക് നിങ്ങളോട് പറയാനുള്ള വളരെ കാതലായ കാര്യം, അല്ലല്ല നോക്കേ, കുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ പ്രവാചകനെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ഒരു ശക്തിയോടും ഞാൻ പ്രാർത്ഥിക്കില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. എല്ലാവർക്കും അറിയാവത്, എല്ലാവർക്കും അറിയാതെ. നിങ്ങൾ നോക്കേ, ഒരു ഡോക്ടറെ അടുത്ത് ചെന്നാൽ, ഡോക്ടർ എന്റെ വലത്തേ കൈക്കല്ലേ ഇടത്തേ കൈക്ക് ഇങ്ങനൊരു വേദന, സ്ഥിരമായി ഈ ഭാഗത്തൊരു പ്രത്യേക വേദന എന്ന് പറയുമ്പോ ആ കൈ അയാൾ പിടിച്ചു നോക്കും, പരിശോധിക്കും, എക്സ്റേ എടുക്കാൻ പറയും. ഇതൊക്കെ കാര്യകാരണ ബന്ധത്തിനുള്ളിലെ കാര്യമാണ്. എന്നിട്ട് ആ രോഗം ഡിക്ലെയർ ചെയ്ത് അയാൾ മരുന്ന് ചെയ്തു. ഇവിടെ മരുന്നുണ്ട്, നോട്ടമുണ്ട്, പരിശോധനയുണ്ട്, എക്സ്റേ ഉണ്ട്. ഇതൊക്കെ കാര്യകാരണ ബന്ധം. നേരെ മറിച്ച് മൊയ്തീൻ ശൈഖേ എന്റെ എല്ലിന്റെ വേദന മാറ്റണേ എന്ന് പറയുമ്പോ അവിടെ കാഴ്ചയില്ല, പരിശോധനയില്ല, ടെസ്റ്റ് ഇല്ല, എക്സ്റേ ഇല്ല, സ്കാനിംഗ് ഇല്ല, മരുന്ന് എഴുതുന്നില്ല, പോകുന്നില്ല, ഇരിക്കുന്നില്ല, കൂപ്പൺ എടുക്കണില്ല, ഫീസ് ഇല്ല, ഒന്നുമില്ല. ഇതേ കാര്യം അള്ളാനോട് എന്റെ നെഞ്ചിന്റെ വേദന മാറ്റണേന്ന് പറഞ്ഞാലോ, കൂപ്പണില്ല, ഫീസില്ല, പോകുന്നില്ല, ക്യൂ ഇല്ല, ടൈമില്ല, മരുന്നില്ല. കാര്യകാരണ ബന്ധത്തിനതീതമാണ്. അത് മൊയ്തീൻ ശൈഖിനോട് തേടിയാൽ കാര്യകാരണ ബന്ധത്തിനതീതമാണ്. അത് മലക്കിനോട് തേടിയാൽ കാര്യകാരണ ബന്ധത്തിനതീതമാണ്. അത് ജിന്നിനോട് തേടിയാൽ കാര്യകാരണ ബന്ധത്തിനതീതമാണ്. അത് മരിച്ചുപോയ മാന്മാരോട് തേടിയാൽ കാര്യകാരണ ബന്ധത്തിനതീതമാണ്. അത് കന്യാമറിയമ്മനോട് തേടിയാൽ കാര്യകാരണ ബന്ധത്തിനതീതമാണ്. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് തൗഹീദില്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയും. തൗഹീദ് ഉണ്ടെങ്കിലേ സ്വർഗത്തിലെത്താൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ദഖലൽ ജന്ന. ഒരു പ്രശ്നവും കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അബൂജഹലും കൂട്ടരും കുറെ കൂടെ ഇന്നത്തെ മുസ്ലിമീങ്ങളെക്കാൾ അന്തസ്സുള്ളവരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ക്ലിപ്പിംഗ് ഇടും. എന്നാലായിരുന്നു എന്ന് തെളിയിക്കുന്ന ചിലത് പറയുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല, എത്ര തന്നെ പേച്ചാലും ചില കാര്യത്തിലൊരു അന്തസ്. ആ അന്തസ് അബൂജഹൽ ഉണ്ടായിരുന്നു സക്കാഫിമാരേക്കാൾ. അതിനെന്തിനങ്ങൾ ഞങ്ങളെ സക്കാഫിന് പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം, കേട്ടോ. ആ അന്തസ് നിങ്ങൾക്കില്ല, ആ അന്തസ് ഓൽക്കുണ്ട്. അതെന്താ? അശ്വനിമാർക്കും അങ്ങനെയുണ്ടല്ലോ. ചില ആളുകൾ ഇപ്പം ബെൽസിന് അടി തുടങ്ങി പാളയത്തിൽ, അറിഞ്ഞില്ലേ എന്നല്ലേ? പേരോടിന് ഭയങ്കര പുച്ഛ അശ്വനിമാരോട്. തല്ലി തുടങ്ങി, പത്രത്തിൽ കണ്ടില്ല? ഭയങ്കര പൊട്ടിച്ചു കളഞ്ഞില്ലേ വർക്കസിൽ? അടുത്ത് പാളയത്ത് തുടങ്ങി. എല്ലാ തിന്മയിലും ഒരു ഒറ്റക്കെട്ടായിരുന്നു. എന്നാലുണ്ടോ ഓരോരോ വിള്ളല്. ഞാൻ ചോദിക്കുക ഞങ്ങളോട്, നോക്കണേ, എല്ലാരും ആലോചിക്കണേ, അബൂജഹലും കൂട്ടർ എന്തേ പറഞ്ഞേ? അജലൽ ആലിയത ഇലാഹം വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. സൂറത്ത് സ്വാദിലെ 5-ാമത്തെ വചന. മുഹമ്മദേ, ഈ അള്ളാഹിനോട് മാത്രം ദേർക്കണം എന്ന് പറഞ്ഞാല് ഇബ്രാഹിം നബിയെ രക്ഷിക്കണേന്ന് പറയാ, ഇനി ഞങ്ങൾക്ക് കഴിയൂല. ഇസ്മായിൽ നബിയെ കാക്കണേ എന്ന് പറയാ, ഇനി ഞങ്ങൾക്ക് കഴിയൂല. ലാത്തെ മനാത്തെ കാക്കണേ എന്ന് പറയാ, ഇനി ഞങ്ങൾക്ക് കഴിയൂല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ അംഗീകരിച്ചാൽ ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് അംഗീകരിച്ചതിന്റെ ഒരു അന്തസ് ഉണ്ടാകും. പിന്നെ അതിനെതിരായ ഒരു പ്രവൃത്തി ചെയ്യരുത്. അതുകൊണ്ട് അത് ചെയ്യാൻ കഴിയാത്ത കാലത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ പറയില്ല. പറഞ്ഞാലോ അബൂബക്കർ സിദ്ദീഖിനെ പോലെ ജീവിക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പോലെ ജീവിക്കണം. പക്ഷേ അതാ ഞാൻ പറഞ്ഞത്. എന്താ അന്തസ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച പോലെ അംഗീകരിക്കും. നമ്മൾ പറയല്ലോ, മുജാഹിദായ പോരടോ, മുജാഹിദ് മെമ്പർഷിപ്പ് എടുത്താ പോരാ, ആ അന്തസ് ഉണ്ടാവണോ ചില കാര്യത്തില്, അല്ലേ? എന്താ അങ്ങനെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച പോലെ ഉച്ചരിക്കണം അബൂജഹൽ പറഞ്ഞു. വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ പറയാൻ എന്നെ കിട്ടൂല. പിന്നെ അതാണല്ലോ ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ